കട്ടപ്പന കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിവിധ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. ജാർഖണ്ഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുകൾക്കാണ് കേരളത്തിലും വിദേശത്തും യാതൊരുവിധ മൂല്യവുമില്ലെന്ന പരാതിയുമായി കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത്. 38 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തിയിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. DRIT, DDTD, MLT, BSc ഫാർമസി തുടങ്ങിയ വിവിധ കോഴ്സുകളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. പല വിദ്യാർത്ഥികളും പഠനം പൂർത്തീകരിച്ച ശേഷം ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് തങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് ഇവർ പറയുന്നു. ശരിക്കും ഈ കോളേജിന് ഒരു വാല്യൂ ഇല്ലെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇവർ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. അത് തന്നെയല്ല, ഇത്രയും നാൾ ഞങ്ങൾ പഠിച്ചപ്പം യൂണിവേഴ്സിറ്റി കോഴ്സായിരുന്നു. ഇപ്പോൾ അവർ മറ്റേ BSSൻ്റെ എടുക്കുന്നത്, യൂണിവേഴ്സിറ്റി കോഴ്സ് അല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞ് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം നടത്തി വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് തന്ന് ഞങ്ങളുടെ 2 വർഷവും പൈസയും ഇത്രയും കുട്ടികളുടെ ഫ്യൂച്ചറും ആയി കളഞ്ഞത്. വിവിധ സെമസ്റ്ററുകളിലെ മാർക്ക് ഷീറ്റ് വന്നപ്പോൾ പങ്കെടുക്കാത്ത പരീക്ഷകൾക്ക് വരെ മാർക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ സീലുകൾക്ക് വ്യത്യാസവുമുണ്ട്. മാർക്ക് ഷീറ്റിൽ നിരവധി അപാകതകളുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. 2023 തൊട്ട് ഇവിടെ സിംസ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ചു വരികയായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ കോഴ്സ് BSc റേഡിയോളജിയാണ്. ഇവർ ഞങ്ങളുടെ നിന്ന് ഒരു വർഷം എത്രയാണ് 60,000 വെച്ച് വാങ്ങിച്ചു. അതുമല്ല ഞങ്ങൾക്ക് എക്സാം ഫീസ് അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഇരട്ടി പൈസ ഇവർ വാങ്ങിച്ചു. പക്ഷേ ഇപ്പം ഞങ്ങൾ ട്രെയിനിങ്ങിൽ കയറിയായിരുന്നു. ഈ ലാസ്റ്റ് മന്ത് ട്രെയിനിങ്ങിൽ കയറിയപ്പോഴത്തേനും DMOയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ഈ കോളേജ് അവർക്ക് അറിയത്തുമില്ല, വാല്യൂ ഇല്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് പോയി DMAയുടെ ഓഫീസിലും കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേനും പറഞ്ഞത് കേരളത്തിൽ ഈ കോഴ്സിന് ഒട്ടും വാല്യൂ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പറ്റി. 2 ലക്ഷത്തിലധികം രൂപയാണ് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ചെലവാകുന്ന. ഇതുകൂടാതെ മറ്റ് നിരവധി ഫീസുകളും വേണം. രജിസ്ട്രേഷൻ ഫീസ് അടക്കം 20,000 വെച്ച് 2 തവണ വാങ്ങിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പരാതിയുമായി രംഗത്ത് വന്നപ്പോൾ സർട്ടിഫിക്കറ്റിന് മൂല്യമുണ്ടെന്നും കേരളത്തിലടക്കം ജോലി ചെയ്യാൻ സാധിക്കുമെന്നുമാണ് മാനേജ്മെന്റ് പറയുന്നതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കട്ടപ്പന നഗരസഭയിൽ പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മാതാപിതാക്കളും ആരോപിച്ചു. അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിലെ നടപടിക്രമങ്ങളോ ചിട്ടകളോ ഒന്നും തന്നെ സ്ഥാപനം പാലിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. നിലവിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാൽജി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആദ്യം അഭിസംബോധന ചെയ്തത്. കാര്യങ്ങൾ രൂക്ഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വൈസ് പ്രിൻസിപ്പളായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹകരണ ഹോസ്പിറ്റലിൻ്റെ PRO ആയിട്ട് മാറി. ഇതാണ് ആ കോളേജിൻ്റെ അവസ്ഥ. അപ്പം ഒന്നെങ്കിൽ ഇതിനെതിരെ നടപടി എടുത്ത് കോളേജ് നിർത്തലാക്കുക, അതുകൊണ്ട് ബാക്കി പഠിച്ച പിള്ളേർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്ത് ഇത് ചിലവാക്കിയ പൈസ കൊടുത്ത് തീർക്കുക, അല്ലെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ. ഫീസിൻ്റെ കാര്യം കൊണ്ടല്ലേ പല കുട്ടികൾക്ക്. ഞാനിപ്പോൾ അടയ്ക്കുന്ന എനിക്ക് 2 വർഷത്തേക്ക് വരുമ്പോഴത്തേക്ക് 2,30,000 രൂപ എനിക്ക് ഫീസ് വന്നിട്ടുണ്ട്. 3 ലക്ഷം അടയ്ക്കേണ്ട പിള്ളേരുകളുണ്ട്, 1,15 ലക്ഷം രൂപ അടയ്ക്കേണ്ട പിള്ളേരുണ്ട്, 2 ലക്ഷം ഓൾമോസ്റ്റ് എങ്ങനെ ആയാലും ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപ അടയ്ക്കേണ്ട പിള്ളേരുകളാണ്. വിഷയത്തിൽ വിദ്യാർത്ഥികൾ കട്ടപ്പന പോലീസിൽ പരാതി നൽകി. തങ്ങൾക്ക് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സഹകരണ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തുമെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.